പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സഭയുടെ 90ാമത്തെ കാതോലിക്കായും 28ാമത്തെ മലങ്കര മെത്രാപ്പൊലീത്ത പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭ്യുന്ന തിരുമേനിമാരെ, ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠരെ, ഇവിടെ കൂടിയിരിക്കുന്ന സഭയുടെ അംഗങ്ങളെ, തിരുമേനിയുടെ ഈ നിര്യാണത്തിൽ ദേഹവിയോഗത്തിൽ അന്തിമ ആചാരങ്ങൾ അർപ്പിക്കാൻ വന്ന സകല ജനങ്ങളുമേ, മൂന്ന് ദിവസമായിട്ട് തിരുമേനിയുടെ ഗുരുതരമായ അവസ്ഥയിലുള്ള ആരോഗ്യം അറിയിച്ചതുടനെ തന്നെ നിത്യമായി സന്ദർശിക്കുന്ന എനിക്ക് പരുമലയിൽ നിന്നുള്ള വിവരം കിട്ടിയപ്പോൾ ഉടനെ തന്നെ തിരിക്കുവാനും തിരുമേനി ജീവനോടിരിക്കുമ്പം തന്നെ ഒരു 3 മണിക്കൂർ നേരെ എയർപോർട്ടിൽ നിന്ന് പരുമല വരാനൊക്കതും ഒരു ദൈവത്തിന്റെ വിളിയും പരിശുദ്ധ വലിയ ബാവ തിരുമേനിയുടെ അനുഗ്രഹവുമായിട്ട് ഞാൻ കരുതുന്നു. ഞാന് അവിടെ 3 മണിക്കൂർ തിരുമേനിയെ തൊട്ട് പ്രാർത്ഥിച്ചു. കണ്ണുനീരോടെ 35-40 വർഷമായിട്ടുള്ള ഓരോ സന്ദർശനവും ഞങ്ങൾ തമ്മിൽ തിരുമേനി തന്ന അനുഗ്രഹങ്ങളെ പറ്റിയും തിരുമേനിയുമായിട്ടുള്ള സകല ബന്ധങ്ങൾ സ്ഥാപിച്ച സമയത്തെ പറ്റിയും ഞാൻ കണ്ണുനീരോടുകൂടി അവിടെ നിന്ന് ഓർത്തു. ഞാന് തിരുമേനിയെ ആദ്യമായിട്ട് കാണുന്നത് മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തായിട്ടാണ്. തിരുമേനിയെ അന്നു മുതൽ എനിക്ക് ഒരു ജീവിക്കുന്ന പരിശുദ്ധൻ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ വലിയ പിതാവ് മലങ്കരയിലെ മലബാർ ഭദ്രാസനത്തിൽ പോയത് പത്രോസ് മാർ ഒസാത്യോസ് തിരുമേനിയുടെ അസിസ്റ്റന്റ് തിരുമേനിയായിട്ടാണ് ചെന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പനയോല കൊണ്ട് മേഞ്ഞ വെറി ചെറിയ ഒരു വീട്ടില് ഒരു സെക്രട്ടറി അച്ഛനുമായിട്ട് പോയി താമസിച്ച തിരുമേനി ചുരുക്കി പറഞ്ഞാൽ മലബാറിലെ പ്രയാസപ്പെടുന്ന ആ അവസരത്തിൽ 150 രൂപ ശമ്പളം വാങ്ങിക്കുന്ന എല്ലാ വൈദികരെയും തന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയും ചിട്ടയും അടുക്കും കൊണ്ട് അവരെ കൂട്ടുനിർത്തി മലബാർ ഭദ്രാസനം സഭയുടെ ഒരു അഭിമാനമായി തിരിയും അവിടെ 3 ഭദ്രാസനങ്ങളായി തിരികെയും ചെയ്തു എന്നുള്ളത് പലർക്കും നാം ഇത്രയും തിരുമേനിമാരെ സൃഷ്ടിച്ച ഒരു ആശ്രമമാണ് അത്. ജീവന്യാശ്രമം തിരുമേനിയും തിരുമേനിയുടെ പ്രധാന ശിഷ്യനുമായിരുന്ന ഈ വലിയ തിരുമേനിയുടെ വലിയ ബാവയുടെ ജീവിതമാണ് അതിന് ഉദാരമായി തീർന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് മലങ്കര മുഴുവനും അതുകൂടാതെ മലങ്കര സഭയുടെ അല്ലാത്ത ആളുകളും എല്ലാം അശ്വഗണങ്ങളോടുകൂടി ഈ വലിയ ബാവായിക്ക് അന്ത്യ വിടയവൽപ്പ് നൽകിയത് ഒരു ചരിത്ര സംഭവമാണ്.
ഏകദേശം ഒരു 2000 കാറും അനേക ആയിരം ജനങ്ങളും പല സ്ഥലത്തും തടിച്ചുകൂടി എന്നുള്ളത് തിരുമേനിയുടെ ജീവിതത്തിന്റെ മഹാത്മ്യത്തെ കാണുന്നു. എന്റെ ജീവിതത്തിൽ അങ്ങേയറ്റം എന്നെ സ്പർശിച്ച ചില വലിയ പിതാക്കന്മാരുണ്ട്. അതിൽ കാതോലിക്കന്മാർ പ്രധാനികൾ, ഔഗേ ബാബ മുതൽ, വട്ടക്കുന്നിലെ ബാബ മുതൽ, കുറിലോസ് ബാബ മുതൽ, വലിയ ബാബ മുതൽ ഇപ്പോഴത്തെ കാതോലിക്ക ബാബ വരെയും എന്റെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ കടഞ്ഞെടുക്കാനായിട്ട് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. അതിൽ ശ്രേഷ്ഠമായ ഒരു പങ്ക് വഹിച്ചത് ഈ വലിയ തിരുമേനിയാണ് എന്നുള്ളത് സത്യമാണ്. വലിയ തിരുമേനി ഇല്ലാത്ത ഒരു പ്രസ്ഥാനം പോലും മുത്തൂറ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിട്ടില്ല. തിരുമേനിയുടെ കാൽസ്പർശമോ കൈകൊണ്ടുള്ള അനുഗ്രഹം ഇല്ലാത്ത ഒരു പ്രസ്ഥാനവും ഞങ്ങൾക്കില്ല. തിരുമേനി കിടപ്പിലായപ്പോൾ പോലും തിരുമേനി വന്ന് അനുഗ്രഹിച്ച പല പ്രസ്ഥാനങ്ങളുമുണ്ട്. അവസാനം ട്രാവൽ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ മാത്രം പക്ഷെ തിരുമേനിയുടെ അടുത്ത് വന്ന് അതിന്റെ അനുഗ്രഹം കൈയുടെ കീഴിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അവിടെ ഒന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. എന്നെ കേൾക്കുന്ന ജനങ്ങളെ, നിങ്ങളെല്ലാം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് എന്നെ പോലെയും എന്നേക്കാൾ അധികവുമായിട്ട് നിങ്ങൾക്കൊക്കെയും തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചു കാണും. എനിക്ക് ഇപ്പോൾ ഞാൻ ബാബാ തിരുമേനിയോട് പറയുകയായിരുന്നു, ഈ വലിയ ബാബാ തിരുമേനി ജീവിക്കുന്ന സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കാൻ വയ്യാത്ത 2 വർഷങ്ങളുണ്ടായി. എങ്കിലും വലിയ ബാബാ തിരുമേനി ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടുണ്ടായ അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നവംബർ മാസം 25-ാം തീയതി എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്ന ആ സ്വീകരണത്തിൽ, ആ വലിയ ആഘോഷത്തിൽ ബാബാ തിരുമേനി അവിടെ വന്നില്ലെങ്കിലും അടുത്ത ഹോട്ടലില് ഒരു മുറിയെടുത്ത് താമസിച്ചു. 4 ലക്ഷം പേര് അല്ലെ 3 ലക്ഷത്തിലധികം പേര് വന്ന് സംബന്ധിച്ച ഒരു സംഘടനയ്ക്കോ ഒരു പാർട്ടിക്കോ ഒരു മതത്തിന്റെ നടക്കാത്ത വണ്ണം അച്ചടക്കത്തോടുകൂടി ഉടന്നുടന്നു. ദൈവത്തിന്റെ കൃപ ഏറ്റവും കൂടുതൽ അതിനായി പ്രാർത്ഥിച്ചാൽ കൊതി തീരാത്ത ഒരു തിരുമേനിയായിരുന്നു ഈ വലിയ ബാബാ തിരുമേനി. ആ തിരുമേനിയുടെ പ്രാർത്ഥന മാത്രം മതി, വലിയ പ്രസംഗങ്ങൾ ഒന്നും വേണ്ടായിരുന്നു. തിരുമേനിയുടെ കാലത്ത് 5 വർഷമേ കാതോലിക്കായിട്ട് ഇരിക്കാൻ ഒത്തുള്ളൂ. 85-ാമത്തെ വയസ്സിൽ കാതോലിക്കായ തിരുമേനി 4 അസോസിയേഷൻ നടത്തി. ഇവിടെ എന്നെ മുമ്പ് പറഞ്ഞവരൊക്കെ പറഞ്ഞ പോലെ 14 തിരുമേനിമാരെ വാഴിക്കാൻ വെച്ചു. സഭയിൽ സമാധാനം കൂടുതലായി വന്നു. പല കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും തീർന്നുകൊണ്ടേയിരിക്കുന്നു. ഏത് കാര്യത്തിനും പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ പരിശുദ്ധ ബാബാ തിരുമേനി വലിയ ബാബാ തിരുമേനിയുടെ കാൽക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. 5 മിനിറ്റ് മുമ്പേ ഞാൻ ബാബാ തിരുമേനിയോട് പറയുകയായിരുന്നു, അതൊരു വലിയ നഷ്ടമായിട്ട് ഇപ്പം തോന്നാമെങ്കിലും ആ കാൽ തൊട്ട് അനുഗ്രഹത്തിനേക്കാൾ കൂടുതൽ അന്ന് നമ്മുടെ പരദീസയിലേക്ക് എടുക്കപ്പെടാൻ പോകുന്ന തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ സഭയിൽ എന്നും ഉണ്ടായിരിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് തിരുമേനിക്കും അറിയാം. ഞാനത് അടിവരയിട്ട് ഇപ്പോൾ പറയുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സകലർക്കും ആ തിരുമേനിയുടെ അനുഗ്രഹങ്ങൾ ഇനിയും കൂടുതലായിട്ട് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. സഭയിൽ ഈ തിരുമേനിയുടെ ഓർമ്മ നിലനിർത്തുന്നിടത്തോളം കാലം തിരുമേനിയുടെ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്ക് എന്റെ കൂടെ എന്നെ പോലെ തന്നെ തിരുമേനിയെ സ്നേഹിച്ച ഒരു വലുമായ പ്രതിനിധിയാണ് ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗമായ ദുബായിലെ ജോജോ. ആ ജോജോയും ഞാനും ഇന്നലെ തിരുമേനിയുടെ വാഹനത്തിൽ തിരുമേനിയുടെ കൂടെ ഇരുന്ന് സഞ്ചരിക്കാൻ 12 മണിക്കൂറുള്ള സമയവും കിട്ടി. ആ ജോജോ ഇവിടെ എനിക്ക് വേണ്ടിയും അൽമായ ട്രസ്റ്റി എന്നുള്ള നാമത്തിലും ജോജോയുടെ നാമത്തിലും എല്ലാവർക്കും വേണ്ടി റീത്ത് ഇപ്പോൾ സമർപ്പിക്കുന്നതായിരിക്കും. ജോജോ, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ടും നമുക്കൊക്കെ ഉണ്ടായ നഷ്ടം ദൈവം തിരുത്തി തരും, അനുഗ്രഹിക്കും.
നിങ്ങളെ എല്ലാവരെയും, ഞങ്ങളെയും എന്നെയും തിരുമേനി തീർച്ചയായിട്ടും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള വാക്കുകൾ പറഞ്ഞ് എന്റെ സങ്കടത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുന്നു, നിങ്ങളുടെ സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. പക്ഷെ ഈ സങ്കടം ടെമ്പററിയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ സഭയുടെ